ഇല്ല ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ടെർണിപ്പിൽ എങ്ങനെ ലൈവ് ഇടാന്ന് വെച്ചിട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ചില കൂട്ടുകാർക്കൊന്നും അറിയില്ല കാരണം ലൈവ് എങ്ങനെ ഇട്ടുണ്ടാവുമെന്ന്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഇന്ന് കുറേ ആൾക്കാർ ലൈവിൽ ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ടെർണിപ്പ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ ഇവിടെ അടിയിൽ സൈനപ്പ് എന്ന് പറഞ്ഞ ഒരു വെള്ള കളർ ഐക്കൺ ഉണ്ടാവും. അതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഫോണിലത്തെ ഇതൊക്കെ കാണിക്കും. ഏത് ഗൂഗിൾ അക്കൗണ്ടാണോ ഫേസ്ബുക്ക് അക്കൗണ്ടാണോ ഗൂഗിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള അക്കൗണ്ടൊക്കെ സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് കയറാം ഗൈസ്. അപ്പോൾ നമുക്ക് അടിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. ഇങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ സ്ട്രീം നൗന്ന് അപ്പോൾ സെറ്റപ്പ് സ്ട്രീം എന്ന് കാണും. അതിൽ വെക്കുക. അപ്പോൾ നമ്മളോട് ഏത് ഗെയിം നിങ്ങൾ സ്ട്രീം ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഏത് ഗെയിമാണെങ്കിൽ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ അവിടെ അടിയിലുണ്ടാവും, അതിന്മേൽ സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മൾ ഫോണിലത്തെ ഏത് ആപ്പ് വേണമെങ്കിലും നമുക്ക് സ്ട്രീം ചെയ്യണമെങ്കിൽ സ്ട്രീം ചെയ്യാം. അതിൽ മോറിന്ന് കൊടുത്താൽ മതി. അതിൽ കാണിക്കും നമ്മളെല്ലാ ഫോണിലത്തെ എല്ലാ ആപ്പും. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രീ ഫയർ മാക്സ് ആണ് സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് ആദ്യം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫീലിങ്സ് ചോദിക്കും. അപ്പോൾ നമ്മൾ ഹാപ്പി ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമ്മൾ പിന്നെ സോളോ ആണോ അതോ സ്ക്വാഡാണോ ചോദിക്കും. അപ്പോൾ അത് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ലാംഗ്വേജ് മലയാളം കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണിക്കും നമ്മളെ സ്ട്രീം ടൈറ്റിൽ, അതായത് സ്ട്രീം ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സ്, പിന്നെ തംബ്നെയിലൊക്കെ ആഡ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെ ടൈറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. അവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഹലോ എന്നൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ ടൈപ്പ് ചെയ്യുക, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ ഇവിടെ തന്നെയാണ് തംബ്നെയിലും ആഡ് ചെയ്യുക. അവിടെ അടിയിൽ ചേഞ്ച് തംബ്നെയിലിന് കൊടുത്തിട്ട് നമുക്ക് തംബ്നെയിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് ഇത് വരും. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണിക്കുക സ്ട്രീം ക്വാളിറ്റി. കാരണം സ്ട്രീം ക്വാളിറ്റി അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവും ഒരു ക്വാളിറ്റി, അതിട്ട് കളിക്കുന്നതിനാണ് നമുക്ക് നല്ലത്. വേറെ സ്ട്രീം ക്വാളിറ്റി ഇടുമ്പോൾ നമ്മൾ നെറ്റിന് അത് പ്രശ്നമാവും. അവർ നമ്മൾ നെറ്റിന് സ്റ്റേബിൾ ആയതാണ് ഇക്കാരം കാണിച്ചു തരുന്നുണ്ടാവുക. നെറ്റ് നല്ല സ്പീഡുള്ളവർക്ക് കുഴപ്പമില്ല, ഹൈ ക്വാളിറ്റിയിൽ ഇട്ടാലും സീനൊന്നുമില്ല. കുറഞ്ഞവരൊക്കെ റെക്കമെൻഡ് ചെയ്തതിൽ തന്നെ ഇടണം നല്ലത്. പിന്നെ അതിൻ്റെ അടിയിലാണ് പ്രൈവറ്റ് സ്ട്രീം ഓഫ് ഓൺ. അത് പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാത്രം കാണുന്ന സ്ട്രീം ഇടുന്നതാണ് ആ അടിയിട്ടത്. അത് നിങ്ങൾ തൊടാൻ പോകണ്ട, കാരണം അത് നിങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് മാത്രമേ ആ സ്ട്രീം കാണാൻ പറ്റൂ. നിങ്ങൾ പബ്ലിക്കായിട്ട് സ്ട്രീം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ആയതുകൊണ്ട് പ്രൈവറ്റ് ആക്കിയിട്ട് സ്ട്രീം ഉണ്ടാണ്. പിന്നെ ഷോർട്ട് സ്ട്രീം ആണോ അതോ ലോങ് സ്ട്രീം ആണോ സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് സ്ട്രീം ഇടേണ്ടത് അതൊക്കെ നമുക്ക് അവിടെ കാണാം. യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിച്ച്, പിന്നെ കസ്റ്റം RTMP ഒക്കെ കാണിക്കുന്നുണ്ട്. അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിലാണ് സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിൻ്റെ ഐക്കണിൽ പിടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ യൂട്യൂബിൻ്റെ ഐക്കണിൽ പിടിച്ച് വെക്കുമ്പോൾ നമ്മളൊരു വെബ്സൈറ്റിൽ ലോഡാവും. ആ വെബ്സൈറ്റിലൂടെ പോയിട്ട് പിന്നെ നമ്മളെ അക്കൗണ്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിൻ്റെ ഇത് കാണിക്കും, എത്ര ഇതൊക്കെ ഉണ്ട്, സബ്സ്ക്രൈബ് അങ്ങനെയൊക്കെ കാണിക്കും. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്താൽ മതി. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അലോ ചെയ്യാനുള്ള ഇതൊക്കെ വരും, അതൊക്കെ അലോ കൊടുക്കുക. അതൊക്കെ അലോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സ്ട്രീമിൻ്റെ ഇത് വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ മുന്നേ ഇവിടെ ഇതിൽ സ്ട്രീം ഇട്ടുകൊണ്ട് എൻ്റെ ഓവർലൊക്കെ അതിൽ കാണിക്കും. ആ ഓവർലൊന്നും അങ്ങനെ നിങ്ങൾക്ക് കാണിക്കില്ല, അതൊക്കെ ഞാൻ ആഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഓവർലേ വേണമെങ്കിൽ ആ സൈഡിൽ മൂന്നാമത്തെ കഴിയുമ്പോൾ പിടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓവർലേ വേണമെങ്കിൽ ആഡ് ചെയ്യാം, കസ്റ്റം ഓവർലേ ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ആ ഓവർലേ എടുത്ത് കളയാണ്. ഇങ്ങനെ ഈ കാര്യം നിങ്ങൾക്ക് കാണിക്കുമ്പോൾ ഓവർലേ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മുകളിൽ കാണിക്കുന്ന സ്റ്റാർട്ട് സ്ട്രീം കൊടുക്കുമ്പോഴാണ് സ്ട്രീം സ്റ്റാർട്ട് ആവുന്നുണ്ടാവുക. അതായത് സൈഡിൽ മൈക്ക് ഓൺ ആക്കിയിട്ടാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് സ്ട്രീം ഇങ്ങനെ ഈ കാര്യം കാണിക്കുന്നുണ്ടാവുക. ചിലവർക്ക് ടിക്കൊക്കെ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഈ കാര്യം. അപ്പോൾ ടിക്ക് ഇട്ട് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ചില ഫോണിൽ. എൻ്റെ ഫോണിൽ ഇങ്ങനെ കാണിക്കുക. അപ്പോൾ സ്റ്റാർട്ട് നൗ കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രീം അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും സ്ട്രീം സ്റ്റാർട്ട് ആയിട്ടുണ്ടാവില്ല. സ്ട്രീം നമ്മൾ ഗെയിമിൽ കയറും. നേരെ ഗെയിം കയറിയിട്ട് ഇപ്പോഴും സ്ട്രീം സ്റ്റാർട്ട് ആയിട്ടുണ്ടാവില്ല. ആ ഐക്കണിൽ നിൽക്കുമ്പോഴേക്കാണ് സ്ട്രീം സ്റ്റാർട്ട് ആവുന്നുണ്ടാവുക. സ്ട്രീം സ്റ്റാർട്ട് ആവണമെങ്കിൽ ആ ഐക്കണിൽ നമ്മൾ പിടിച്ച് നോക്കി കഴിഞ്ഞാൽ സ്ട്രീം സ്റ്റാർട്ട് ആവും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ് ചെയ്യുക ഗൈസ്.